ജി സുകുമാരൻ നായർക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണം അടക്കം ഉന്നയിച്ച് മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഇടപാടുകൾ അന്വേഷിക്കണം, തന്റെ കരയോഗം വിചാരിച്ച് സുകുമാരൻ നായരെ സ്ഥാനത്ത് നിന്ന് നീക്കാനാകുമെന്നും ഗണേഷ് കുമാർ വെല്ലുവിളിച്ചു. നിയമയുദ്ധത്തിനില്ല, എന്നാൽ പ്രകോപിപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. ക്രമക്കേടിന്റെ എല്ലാ രേഖകളും തന്റെ കൈവശമുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അങ്ങനെ തെറ്റാണെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. അന്തസ്സുണ്ടെങ്കിൽ കോടതിയിൽ കേസ് വാദിക്കും. ജഡ്ജി മുമ്പാകെ കേസ് വാദിക്കാൻ തരണം. വക്കീൽ ചെല്ലുക, അവധി വയ്ക്കുക, പോവുക. ഈ വക്കീലന്മാർക്കെല്ലാം NSSന്റെ പണമെടുത്താണ് ഫീസ് കൊടുക്കുന്നത്. ആക്ഷേപങ്ങളുള്ളവർ കേസ് കൊടുക്കട്ടെ എന്ന സുകുമാരൻ നായരുടെ വെല്ലുവിളിക്കാണ് ഇന്ന് ഗണേഷ് കുമാറിന്റെ ഈ മറുപടി. ഒപ്പം സുകുമാരൻ നായർക്കെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണവും. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയ്ക്ക് ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. പത്തനാപുരത്തെ തോൽവിക്ക് പിന്നിൽ സുകുമാരൻ നായരുടെ ഗൂഢാലോചനയുണ്ടെന്നും ഗണേഷ് കുമാർ. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുമായി ചേർന്ന് സുകുമാരൻ നായർ ഗൂഢാലോചനയുണ്ട് ഇല്ലെന്നങ്ങനെ പറയുന്നത് അത്രയ്ക്ക് മാന്യനൊന്നുമല്ല. സുകുമാരൻ നായരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് NSSന് മോചനം വേണമെന്നും ഇതിനുവേണ്ടിയാണ് തന്റെ പോരാട്ടമെന്നും തന്റെ കരയോഗം വിചാരിച്ചാൽ പോലും സുകുമാരൻ നായരെ സ്ഥാനത്തുനിന്ന് നീക്കാനാകുമെന്നും ഗണേഷ് കുമാർ വെല്ലുവിളിക്കുന്നു. ഏകാധിപത്യപരമായ രീതിയിൽ NSSനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല എന്ന് ജനറൽ സെക്രട്ടറിയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറയുന്നു. 2026 ജൂൺ 20 ഞായറാഴ്ച രാവിലെ NSSന്റെ ബജറ്റ് സമ്മേളന വേദിയിലെടുത്ത ചിത്രവും പിന്നീട് ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സുകുമാരൻ നായർ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ പല കാര്യങ്ങളും വിളിച്ചു പറയേണ്ടി വരുമെന്നും ഗണേഷ് കുമാർ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.